ഈ കുട്ടി ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് അവൻ അത് രഹസ്യമായി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ അവനെ തടഞ്ഞത്. അദ്ദേഹം ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയില്ല. പകരം അദ്ദേഹം ആ ബ്രെഡ് വാങ്ങുകയും അത് അവന് നൽകുകയും ചെയ്തു. കുട്ടി അവിടെ നിന്ന് അത് വിശപ്പോടെ കഴിച്ചു. ജോണിന് അവനോട് ദയ തോന്നി. അയാൾ കുട്ടിയെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചു. ചതവുകളുള്ള മെലിഞ്ഞ അവന്റെ ശരീരം കണ്ടപ്പോൾ കുട്ടിയെ കൂടെ കൂട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. അന്ന് രാത്രി അവർ അദ്ദേഹത്തിന്റെ കാറിൽ കിടന്നുറങ്ങി. പക്ഷേ അടുത്ത ദിവസം രാവിലെ കുട്ടി പോയിരുന്നു. അവൻ ജോണിന്റെ പണമെല്ലാം മോഷ്ടിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ അവസാന സമ്പാദ്യമായിരുന്നു. ജോണിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് പണം പോയതിലല്ല, മറിച്ച് തന്റെ ദയയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് വഞ്ചനയാണ് എന്നതായിരുന്നു. മനസ്സ് തകർന്ന് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നു. അദ്ദേഹത്തിന്റെ നായ ഹാപ്പി അടുത്തെത്തി മരുന്ന് കഴിക്കേണ്ട സമയമായെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഈ ലോകത്ത് ഒരുപക്ഷെ മനുഷ്യരെക്കാൾ കൃതജ്ഞത മനസ്സിലാക്കുന്നത് ഒരു നായ ആയിരിക്കും. സമ്പാദ്യമില്ലാതായതോടെ അദ്ദേഹം ശരിക്കും പെട്ടുപോയി. അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് തിരിച്ചെത്താൻ ഒരു വീട് അദ്ദേഹത്തിന് ഇല്ലാതായി എന്നതായിരുന്നു സത്യം. കുറച്ചുകാലം മുൻപാണ് വർഷങ്ങളോളം ജോലി ചെയ്ത ഫാക്ടറിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. മധ്യവയസ്സിൽ ജോലി നഷ്ടപ്പെട്ടതോടെ തൊഴിൽ വിപണിയിൽ അദ്ദേഹത്തിന് ഇനി ഒരു സാധ്യതയുമില്ലാതായി. അദ്ദേഹം ഒരുപാട് കാലം ജോലിക്ക് വേണ്ടി തിരഞ്ഞു. പക്ഷെ ഒരു കമ്പനിയും അദ്ദേഹത്തെ നിയമിക്കാൻ തയ്യാറായില്ല. ആ നിമിഷം അദ്ദേഹത്തെ പൂർണ്ണമായും തകർത്തു. അതിനാൽ അദ്ദേഹം തന്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് നായയെയും കൂട്ടി അവസാന യാത്രയ്ക്കായി പുറപ്പെട്ടു.